ഹലോ വെൽക്കം ടു മൈ ചാനൽ ചിൽ വിത്ത് ലക്ഷ്മി. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പർപ്പിൾ ഹോളാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കൂ. ഹലോ, അപ്പോൾ ഇന്ന് പർപ്പിൾ ഹോളാണ് ചെയ്യാൻ പോകുന്നത്. പർപ്പിളിൽ പോയായിരുന്നു. അപ്പോൾ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വിചാരിച്ചു. കുഞ്ഞു കവറിനകത്ത് കുറച്ചേറെ സാധനമുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് ഓരോന്നോരാനായിട്ട് ഞാനിൽ കാണിക്കാവേ. അപ്പോൾ ഫസ്റ്റ് വാങ്ങിച്ചത് കാണാൻ പറ്റുന്നുണ്ട് ഈ ഡംഡോക്കിൻ്റെ നയസിനമൈഡ് 10% നയസിനമൈഡ് സെറമാണ്. ഇത് മെയിനായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് തന്നെ ബ്ലെമിഷും കുറയ്ക്കാൻ, അതുപോലെ നമ്മുടെ സ്കിൻ ഹെൽത്തിനൊന്ന് ഓവറോൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെയിനായിട്ട് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അമ്മയ്ക്ക് വേണ്ടിയിട്ട്. കാരണം അമ്മയുടെ കണ്ണിൻ്റെ അടിയിലൊക്കെ ഡാർക്ക് സ്പോട്ട്സ് പോലെ ഒരു ചെറിയ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഹൈപ്പൊക്കെ ഞാൻ കേട്ടു. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് ഞാൻ ട്രൈ ചെയ്തിട്ട് ഞാനെല്ലാം അമ്മ എനിക്ക് എൻ്റെ കയ്യിൽ വേറെ ഒരു ഡെർമാക്കോയുടെ ആണെന്ന് ഡെർമാക്കോയുടെ 10% എന്തോ ഒരു നയസിനമൈഡ് സെറം ഇരിപ്പുണ്ട്. ഇത് അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചാണ്. എന്തോ എനിക്ക് ഇവരുടെ പ്രൊഡക്റ്റ് സൺസ്ക്രീൻ വാങ്ങിച്ചപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. എങ്ങനെ ഉണ്ടെന്ന് അമ്മയ്ക്ക് കഴിയുമ്പോൾ നോക്കാം. നമുക്കിതെങ്ങനെ ഇത് പാക്കിങ് നല്ലൊരു ബ്ലൂ കളർ ബോട്ടിലാണ്. അതിനകത്ത് മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് 10% നയസിനമൈഡാണ്. നമുക്കറിയാം നയസിനമൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലൊന്ന് ബ്രൈറ്റ് ചെയ്യാനും ഓവറോൾ സ്കിൻ ഹെൽത്തൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഗുഡ് കണ്ടൻറ്റാണ് നയാസിനമൈഡ്. അപ്പോൾ ഇതിനകത്ത് 10% ആണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് രാവിലെയും വൈകിട്ടും നമ്മൾ ഫേസ് വാഷ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇത് ഫേസിൽ അപ്ലൈ ചെയ്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മെയിൻ കണ്ടന്റ് എന്ന് പറയുമ്പോൾ നയാസിനമൈഡാണ്. ഓൾമോസ്റ്റ് ഓൾ സ്കിൻ ടൈപ്പിന് ഇത് യൂസ് ചെയ്യാവുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ അമ്മയുടേതും ഒരു ഓയിലി ടൈപ്പാണ്. അപ്പോൾ ജസ്റ്റ് ഇത് അമ്മയ്ക്ക് സ്യൂട്ട് ആവുമായിരിക്കും. എന്തായാലും ഇപ്പോൾ അമ്മയുടെ ഈ ഫോട്ടോ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഈ കണ്ണിൻ്റെ ഇടയിലെ കറുപ്പൊക്കെ കുറയുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയാമല്ലോ. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ഫീഡ്ബാക്ക് ഇടാവേ. പിന്നെ വാങ്ങിച്ചത് ഈ ഡംഡോക്കിൻ്റെ സൺസ്ക്രീനാണ്. ഞാൻ രണ്ടാമത്തെ തവണയാണ് വാങ്ങിക്കുന്നത്. ഫസ്റ്റ് വാങ്ങിച്ചത് അമ്മയ്ക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിരുന്നു. കാരണം അമ്മയുടെ ഫേസ് കുറച്ച് ഈ പുറത്തൊക്കെ കൊണ്ട് ടാനൊക്കെ അടിച്ച് വല്ലാതിരിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ DIY ഞാൻ ചെയ്ത് കൊടുത്ത് നല്ല മാറ്റം കാണുന്നുണ്ട്. അതിലൂടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്താലേ പുറത്ത് പോകാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് അത് അമ്മയ്ക്ക് വേണ്ടി നല്ലൊരു സൺസ്ക്രീനാണ്. അപ്പം അതുകൊണ്ടാണ് എനിക്കിവിടെ വാങ്ങിച്ചത്. കാരണം എനിക്കിനിയും ട്രിവാൻഡ്രത്തൊക്കെ ഒരു പ്രോജക്റ്റ് ഉണ്ട് 2 മാസം. അപ്പോൾ അതിന് പോകുന്ന നേരത്തെ എൻ്റെ വേറെ സൺസ്ക്രീൻ ഇരിപ്പില്ല. അത് മിനിമലിസ്റ്റാണ്, പക്ഷെ ഭയങ്കര ഓയിലിയാണ്. അതുകൊണ്ട് ഞാനത് ഇടാറില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഡംഡോക്കിൻ്റെ സൺസ്ക്രീൻ വാങ്ങിച്ചു. പിന്നുള്ളത് ഫസ്റ്റ് ടൈമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ മസ്കാര ഇട്ടിട്ടേ ഇല്ല. ആകെ ഇടുന്നത് കൺമഷി കാജലാണ്. അതും ലാക്മേയുടെ. ഫസ്റ്റ് ടൈം ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. കുറേ സാധനം വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ളത്. അപ്പം അതിലൊന്നാണ് ഈ മസ്കാര, അതായത് മെബിലൈൻ്റെ കൊളോസൽ വാട്ടർ പ്രൂഫ് മസ്കാര. കൊള്ളാം കേട്ടോ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് നല്ല ആയിരിക്കും. ബ്രാൻഡഡ് ഐറ്റം അല്ലേ, അപ്പം മോശം വഴിയില്ലല്ലോ. അതാണ് ഒന്ന് വാങ്ങിച്ചത്. ദെൻ ഇതെനിക്ക് ഫ്രീ കിട്ടിയതാണ് ഫേസ് സ്കാനറുടെ. ഇത് എനിക്ക് ഇങ്ങനെ കാണിക്കേണ്ടി വന്നത്. ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കണ്ണിലൊന്ന് എഴുതി നോക്കിയാണ്. കാരണം എൻ്റെ ലാക്മേയുടെ തീർന്നു പോയി. അപ്പോൾ പെട്ടെന്ന് ഇതെടുത്ത് എഴുതിയതാണ്. അതുകൊണ്ട് എനിക്ക് ഫ്രീ തന്ന സാധനമാണ് ഫേസ് സ്കാനറുടെ കാജൽ. ദെൻ 2 ഫേസ് മാസ്ക് ഞാൻ വാങ്ങിച്ചു. ഇതെന്ന് പറഞ്ഞാൽ ഗുഡ് വൈബ്സിൻ്റെ. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. ഇത് നാച്ചുറൽ ഗ്ലോയുടെ ഷീറ്റ് മാസ്ക് ആണ്, സാഫ്രോണിൻ്റെ. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഇലുമിനേറ്റിംഗ് ഷീറ്റ് മാസ്ക്. നമ്മുടെ ഫേസൊക്കെ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാൻ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഷീറ്റ് മാസ്ക് ഇടുന്നത് ഇഷ്ടമാണ്. മെയിനിൽ ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ച് ഷീറ്റ് മാസ്ക് ഇടുന്നത് ഫസ്റ്റ് ടൈമാണ്. ഗുഡ് വൈബ്സിൻ്റെ എങ്ങനെയുണ്ടെന്ന് ഞാൻ റിവ്യൂ ചെയ്യാവേ. അപ്പോൾ ഈ 2 എണ്ണം വാങ്ങിച്ചപ്പോൾ 2 എണ്ണം നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എടുത്ത 2 എണ്ണമാണ് ബ്രൈറ്റനിങ് ഷീറ്റ് മാസ്ക്, റൈസിൻ്റെ ബ്രൈറ്റനിങ് ഷീറ്റ് മാസ്കും അതുപോലെ സ്കിൻ റേഡിയൻസിൻ്റെ ഷീറ്റ് മാസ്കും. അങ്ങനെ 2 ഷീറ്റ് മാസ്ക് എടുത്തപ്പോൾ 2 എണ്ണം ഫ്രീ കിട്ടി. അങ്ങനെ എടുക്കുകയാണ് 4 ഷീറ്റ് മാസ്ക്. അപ്പോൾ ഇത്രയൊക്കെ സാധനം വാങ്ങിച്ചപ്പോഴാണ് അവരെനിക്ക് ഈ ഒരു കാജൽ തന്നെ. താങ്ക് യു സോ മച്ച്. കാരണം എൻ്റെ കാജൽ തീർന്നിരുന്ന ടൈമിൽ തന്നെ എനിക്ക് കിട്ടി. അപ്പോൾ ഇതൊക്കെയൊന്നും ഈ കുഞ്ഞ് പർപ്പിളിൻ്റെ കവറിൽ